80ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത സുഹൃത്ത് നാട്ടുകാരൻ കെ.ടി. വാസു നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ ആദ്യം തന്നെ പറയാൻ? ആദ്യം തന്നെ പറയാം, പിറന്നാൾ ആശംസകൾ, 80ാം പിറന്നാൾ ആശംസകൾ സഖാവിന്. സഖാവ് എന്ന് പറഞ്ഞാൽ എന്നും പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സഹായം ചെയ്യുന്ന, ഇപ്പോഴും സഹായം ചെയ്യുന്ന ഒരാളാണ്. ആര് എന്ത് പോയി പറഞ്ഞാലും ആ ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ നിർവഹിക്കും ചെയ്യും. അങ്ങനെയുള്ള ഒരു സഖാവാണ് സഖാവ് പിണറായി. പിണറായി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 65 കൊല്ലത്തോളം 60 കൊല്ലത്തോളമുള്ള ബന്ധമാണ്. ഇന്നും അത് നല്ല നിലയിൽ തുടരുന്നുണ്ട്. സഖാവിൻ്റെ ഈ 80ാം ജന്മദിന ആശംസ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. മുഖ്യമന്ത്രി ആണ് കേരളത്തിൻ്റെ പിണറായി വിജയൻ. പക്ഷേ നാട്ടുകാർക്ക് മൂപ്പർ എപ്പോഴും ഒരു വിജയേട്ടനാണ്. അതായത് എന്ത് കാര്യത്തിനും രാഷ്ട്രീയം നോക്കാതെ വന്ന് പറയാൻ പറ്റുന്ന, അങ്ങനെയാണോ ശരിക്കും? അതെ, അങ്ങനെ തന്നെയാണ്. പിന്നെ എവിടെ പോയാലും പുള്ളിയെ കുട്ടികളോടായാലും എല്ലാവരോടും വളരെ സൗഹൃദത്തിലായിരിക്കും. മരണ വീട്ടിൽ ചെല്ലും. നാട്ടിലുണ്ടാകുമ്പോൾ എല്ലാ വീടുകളിലും ബന്ധപ്പെട്ട കൂട്ടരോടൊക്കെ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചാൽ സഹായം ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് സുഹൃത്തുക്കളോട് എന്നും കടപ്പാടുള്ള ഒരു സഖാവാണ് സഖാവ് പിണറായി. പിണറായിയെ പറ്റി പറയുമ്പോൾ ഈ കോളേജ് ജീവിതത്തെ പറ്റി രണ്ട് വാക്ക് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അദ്ദേഹത്തെ എന്നേക്കും ഇല്ലായ്മ ചെയ്യാൻ KSUവും അതുപോലെ തന്നെ സുധാകരൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ AK ബാലൻ ചെയർമാനായും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് പിണറായിയാണ്. പിണറായി എന്ന് പറഞ്ഞാൽ കോളേജിൽ വേണ്ടുന്ന എല്ലാ കാര്യം ഇപ്പോഴും അദ്ദേഹം ആ ബന്ധം മറച്ച് വെച്ചിട്ടില്ല. അദ്ദേഹം ആ കോളേജിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഈ പിണറായിക്കാർക്ക്, പ്രത്യേകിച്ച് ധർമ്മടം പിണറായിക്കാർക്ക് മൂപ്പരുടെ അടുത്ത് എന്തിനും വരാവുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് രാഷ്ട്രീയം നോക്കാതെ കോൺഗ്രസ്സുകാരായാലും ആരായാലും വന്ന് ചോദിക്കാവുന്ന ഒരടുപ്പം, അതെങ്ങനെയാണ് ശരിക്കും? അത് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരാൾ ഇന്നേ സഹായം വിജയേട്ട നാടെ ഇരിക്കും എന്തെന്നാണ് അത് വേണമെങ്കിൽ നമുക്ക് വിളിച്ച് പറയുക, അല്ലെ അന്വേഷിക്കുക. ചോദിക്കും എന്താ ജോലി ചെയ്യുന്നത്, ഞാൻ ഇന്നേതാണ്, എവിടെയാണ് പഠിച്ചത്, അത് ഇന്നേ കാര്യമാണ്, ഇന്നേ എവിടേക്കാണ് പഠിച്ചത്, അങ്ങനെയല്ല പല കാര്യങ്ങളും ചോദിച്ചറിയുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സഖാവാണ് പിണറായി. പിണറായി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൃഷ്ണപിള്ളയ്ക്ക് ശേഷം ഏറ്റവും ഒരു പാർട്ടി കെട്ടിപ്പടുക്കാൻ ഇന്നും പ്രയത്നിക്കുന്ന, ആരോഗ്യത്തെ വകവെക്കാതെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് സഖാവ് പിണറായി. ഞാൻ ഒരു ഭംഗിവാക്കായിട്ട് പറയുകയല്ല, എൻ്റെ അനുഭവത്തിലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് സഖാവിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്. പുകഴ്ത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ആണ് പുകഴ്ത്തുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ജോലിൻ്റെ സംബന്ധമായി ഒരു ഫയലാറ്റം നോക്കുന്നുണ്ടെങ്കിൽ അത് ഇക്കാര്യത്തിന് ഞാൻ ഇടപെട്ടാൽ ശരിയാവില്ല. അത് നിങ്ങൾ മറ്റാരെങ്കിലും ചെയ്തോളൂ, ആരെയും കണ്ടോളൂ, ചെയ്തോളൂ. വാക്ക് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത് ഞാൻ നോക്കാമെന്ന് പറഞ്ഞാൽ റെഡി ആയിരിക്കും. താങ്ക് യു. ഈ 80ാം പിറന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസകൾ നേരുമ്പോൾ പഴയ സുഹൃത്ത് നാട്ടുകാരൻ കെ.ടി. വാസു പറയുന്നത് പിണറായിയുടെ വാക്കാണെന്നാണ്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം പിണറായിയിൽ നിന്നും ദീപക് ധർമ്മടം, 24.